ഹായ് ഹലോ എല്ലാവർക്കും ഏജർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്നൊരു ക്രീമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ബോഡി ക്രീമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ക്രീമാണ്. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ക്രീമാണ് ഇത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യണമെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്കാണിത് ഏറ്റവും കൂടുതൽ ഒരു പ്രയോജനം എന്ന് പറയുന്നത്. നമ്മുടെ കൈകളിൽ അതുപോലെ തന്നെ കാലുകളിൽ കൈമുട്ട് കാൽമുട്ട് ഇതിലൊക്കെ ഉണ്ടാകുന്ന ഈ മുരിച്ചിലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് വളരെയധികം നല്ലതാണ് ഈ ഒരു ക്രീം എന്ന് പറയുന്നത്. ഏതാനും ഒരു 3-5 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മളിതിൽ ചേർത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ക്രീം ചെയ്യണേന്നുള്ളതും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്തേക്കണം എന്നൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ നമ്മളിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ നാടൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു വെളിച്ചെണ്ണ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ നല്ല സൂത്തൻ ചെയ്യാനും അതുപോലെ തന്നെ നല്ല മോയ്സ്ചറൈസ് ചെയ്യാനും നല്ലതാണ്. പിന്നെ UV ഡാമേജസിൻ്റെ എഫക്റ്റിൽ നിന്നത് പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ഒരു ബൗളിലേക്ക് ഇത് അലോവേരയുടെ ജെല്ലാണ് കേട്ടോ. 3 ടേബിൾ സ്പൂൺ അലോവേരയുടെ ജെല്ലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അലോവേരയുടെ ജെല്ലും നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ്. സ്കിൻ നല്ല മോയ്സ്ചറൈസ് ചെയ്യാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പം നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അലോവേരയുടെ ജെല്ല്. നമ്മൾ സാന്തകം വെച്ച് ചെയ്യുന്നൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അലോവേരയുടെ ജെല്ല്. അപ്പോൾ 2 രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഒന്ന് സാന്തകം വെച്ചിട്ട്, പിന്നെ ഒന്ന് നമ്മുടെ കാർബോമറൊക്കെ വെച്ചിട്ട്. ഇതിപ്പോൾ കാർബോമർ വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഇത്. പിന്നെ നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു ജെല്ലിലേക്ക് ആദ്യമേ തന്നെ 1 ടേബിൾ സ്പൂൺ നമ്മുടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മിക്സിങ് അനുസരിച്ചിരിക്കും നമ്മുടെ ക്രീം കിട്ടണ രീതി കേട്ടോ. അപ്പം നന്നായിട്ട് ഒന്നത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലത്തെ ഒരു വിസ്കോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. ഏകദേശം ഒരു 3-4 മിനിറ്റൊക്കെ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ക്രീമി ടെക്സ്ചറിലോട്ട് വരും കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണം. വേറെ ഇതിലേക്ക് നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് അങ്ങനെ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഈ ഒരു അലോവേരയുടെ ജെല്ലൊക്കെ നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ്. അതൊരു ക്രീമി ടെക്സ്ചറിലോട്ട് വന്നതിന് ശേഷം വീണ്ടും നമ്മൾ 2ാമത്തെ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്, കോക്കനട്ട് ഓയിൽ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒരു 3-4 മിനിറ്റും കൂടെ കൂടിയിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ വീഡിയോയുടെ സ്പീഡ് കൂട്ടിയിരിക്കുന്നത് കൊണ്ടാണ് ഇത്രയും ഇതായിട്ട് തോന്നണേ കേട്ടോ. അപ്പം നമ്മുടെ നല്ല രീതിയിൽ തന്നെ അത് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും ആ ഒരു ക്രീമിൻ്റെ ടെക്സ്ചർ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരും. അത് ലാസ്റ്റ് ടേബിൾ സ്പൂണുള്ള ആ ഒരു കോക്കനട്ട് ഓയിലും കൂടെ കൂട്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു വെളിച്ചെണ്ണ മുഴുവനായിട്ടും ഇപ്പോൾ 3 തവണയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 3ാമത്തെ തവണ ഒഴിച്ചു കൊടുത്തത് വീണ്ടും മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മളിപ്പോൾ ഷാമ്പു അതുപോലെ തന്നെ ഫേസ് വാഷ് പിന്നെ ലിപ് ബാം അതുപോലെ തന്നെ സോപ്പ് മേക്കിങ്ങിൻ്റെ ക്ലാസ്സൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷാമ്പു അതുപോലെ ഫേസ് വാഷുകൾ സോപ്പുകൾ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സോപ്പ് മേക്കിങ്ങിൻ്റെ മെറ്റീരിയൽസും അവൈലബിൾ ആണ്, സെയിൽ ചെയ്യുന്നുണ്ട്. കൊറിയറായിട്ടും അയച്ചു കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ പോസ്റ്റ് വഴിയും അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി റീസെല് ചെയ്യാനുള്ള കൂട്ടുകാർക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതങ്ങനെ നമ്മുടെ ആ ഒരു മിക്സ് നല്ലൊരു ക്രീമി ടെക്സ്ചറിലോട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളതിലേക്ക് ഇത് ഫിനോക്സി എത്തനോളാണ്, പ്രിസർവേറ്റീവാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 0.25 ഗ്രാമാണ് നമ്മൾ പ്രിസർവേറ്റീവ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രിസർവേറ്റീവ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള പ്രിസർവേറ്റീവ് വരുന്നുണ്ട്. ഫിനോക്സി എത്തനോൾ വരുന്നുണ്ട്, സോഡിയം ബെൻസോണേറ്റ് വരുന്നുണ്ട്, സോഡിയം മീഥൈൽ പാരബൺ വരുന്നുണ്ട്. ഇപ്പോൾ ഞാനിതിലോട്ട് ചേർത്തിട്ടുണ്ടായിരുന്നത് ഫിനോക്സി എത്തനോളാണ്. അപ്പോൾ നമ്മളെന്താ റോസ് വാട്ടറിൻ്റെ ഒക്കെ ഒരു കളർ ഉണ്ടല്ലോ, നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടായിരിക്കും അത് കിട്ടുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ ചെറിയൊരു കളർ മിക്സിങ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിലേക്ക് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളോ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റോ ചേർക്കാവുന്നതാണ്. ക്യാപ്സ്യൂളാണെങ്കിൽ 1 എണ്ണവും അതുപോലെ തന്നെ നമ്മൾ കോൺസെൻട്രേറ്റാണ് ചേർക്കുന്നതെങ്കിൽ ഒരു 2 ഡ്രോപ്സ് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ വൈറ്റമിൻ ഇയുടെ കോൺസെൻട്രേറ്റാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. വീണ്ടും നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എന്താ പറയുന്നത്, വിപ്പിംഗ് ക്രീമൊക്കെ മാതിരി ഇരിക്കൂലേ, അതേ രീതിയിൽ ടെക്സ്ചറിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഒരു ഈ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ അലോവേരയുടെ ജെല്ലൊക്കെ. അടുത്തായിട്ട് നമുക്ക് അതിലേക്ക് സ്മെല്ലാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും. അപ്പോൾ ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ
ജാസ്മിൻ്റെ സ്മെല്ലാട്ടോ ചേർത്തിട്ടുണ്ടായിരുന്നത്. ഒരളവ് പറയുകയാണെങ്കിൽ ഒരു 0.5 ഗ്രാമിൻ്റെ ഒക്കെ അടുത്ത് നമ്മൾ ഫ്രാഗ്രൻസ് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഫ്രാഗ്രൻസ് ഓയിലും കൂടെ ചേർത്തിട്ട് ഞാൻ ജസ്റ്റ് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ചെറിയൊരു സ്മെല്ലൊക്കെ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഫ്രാഗ്രൻസും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നത്. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ക്രീമിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. നമ്മുടെ ക്രീം ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല എന്താ പറയുക, നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. വേറെ ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ക്രീമാണ്. പിന്നെ ദേ നമ്മളൊരു എംപ്റ്റി കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വെയിറ്റും കൂടി ഒന്ന് കാണിച്ച് തരാണ്ട് എന്തോരം കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കോക്കനട്ടും അതുപോലെ അലോവേരയും വെച്ചിട്ടുള്ള ക്രീം. പിന്നെ നമ്മളിതിൽ ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസ് അനുസരിച്ചിരിക്കും നമ്മുടെ ക്രീം എത്ര നാൾ നിൽക്കും എന്നുള്ളത്. ഇതിലിപ്പോൾ നമ്മൾ പ്രിസർവേറ്റീവ് ഒക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷെൽഫ് ലൈഫ് എന്തായാലും കുറച്ചധികം തന്നെ ഉണ്ടാകും. ഇനി പ്രിസർവേറ്റീവ് ചേർക്കാതെ ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 3-4 മാസമൊക്കെയാണ് വരുന്നത്. എപ്പോഴും നമ്മളതിൽ ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും നമ്മുടെ പ്രൊഡക്റ്റ് എത്ര നാൾ ലൈഫ് കിട്ടുമെന്നുള്ളത്. നമുക്കിത് റൂം ടെമ്പറേച്ചറിൽ വെക്കാവുന്നതാണ്. അപ്പോൾ ദേ ഉണ്ടാക്കി നോക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടാക്കി നോക്കുക. മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ പ്രിസർവേറ്റീവ് ചേർത്തായതുകൊണ്ട് തന്നെ 24 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രീമിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കിങ് കൂടെയും ചെയ്യണം. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ടേക്കുള്ള പ്രചോദനം എന്ന് പറയുന്നത്. ലൈക്കിങ് കൂടെ ചെയ്താൽ മാത്രമാണ് കൂടുതൽ പേരിലേക്ക് നമ്മുടെ ഒരു വീഡിയോ എത്തുകയുള്ളൂ. അപ്പോൾ ദേ ജസ്റ്റ് നമ്മുടെ ആ ഒരു ബോട്ടിൽ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ബൗളിലായിട്ട് കുറച്ചൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് കയ്യിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. മെയിനായിട്ട് നമുക്കിത് ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്ക് വളരെയധികം നല്ലതാണ് കേട്ടോ നമ്മുടെ ഒരു ക്രീം എന്ന് പറയുന്നത്. അപ്പോൾ ഇതങ്ങനെ ഞാൻ കയ്യിലും അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ നൈറ്റ് ഇരുന്നാണ് കേട്ടോ ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. പിറ്റേ ദിവസം രാവിലേക്ക് ആകുമ്പോഴേക്കും കാണിച്ചു തരാം ഇതിൻ്റെ കറക്റ്റ് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അങ്ങനെ നമ്മുടെ ക്രീം ഇത് നമ്മൾ കയ്യിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. കൂടുതലായിട്ടും ഈ ഒരു മുറിച്ചിൽ നമ്മുടെ കാല് അതുപോലെ തന്നെ കൈകളിലൊക്കെയാണ് കണ്ടുവരുന്നത്. അപ്പം നമുക്ക് കാലിലും കയ്യിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ രാവിലെയും അതുപോലെ തന്നെ വൈകിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ അത് ഉണ്ടാക്കി നോക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടാക്കി നോക്കുക. പിന്നെ നമ്മുടെ ക്രീമിൻ്റെ pH കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എന്തൊരു സാധനം ചെയ്യുകയാണെങ്കിൽ സോപ്പാണെങ്കിലും അതുപോലെ തന്നെ ഇതുപോലെ ക്രീം ഫേസ് വാഷൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ അതിൻ്റെ pH കാര്യങ്ങളൊക്കെ നോക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 5ൻ്റെ ഒക്കെ അടുത്താണ് ഒരു pH വന്നിട്ടുണ്ടായിരുന്നത്. ഇത് പിറ്റേ ദിവസം രാവിലേക്ക് ആയപ്പോഴേക്കും ഇതാണ് കേട്ടോ അതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നമ്മുടെ ക്രീമിൻ്റെ. നമ്മൾ എന്തൊരു സാധനവും യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ ഫോൺ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ടല്ലോ, ആ നമ്പറിലെങ്ങാനും വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താലും മതിയാകും. ഇത് വാട്സപ്പ് നമ്പറാണിത്. അതുപോലെ തന്നെ പറ്റുന്ന കോളുകളൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. എന്തെങ്കിലും മെറ്റീരിയൽസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും. അപ്പോൾ ഇത് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.